ഇനിയിപ്പോ വീട്ടിൽ ചെന്ന് ചെക്കെടുത്ത് ബാങ്കിൽ പോയി പൈസ മാറി വരുമ്പോഴേക്കും സമയം പിടിക്കും. ആ ചെറുക്കനാണ് 500 രൂപയ്ക്ക് വേണ്ടി ബഹളവാ. ആക്രി സാധനങ്ങൾ പറക്കിയെടുത്ത് വിൽക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞു. ഇവിടെ ഒരു ആക്രിയില്ല, പിന്നെ എന്ത് ചെയ്യും? അവനെ ഇനി കളരി പഠിപ്പിക്കാനാണേല് ആരോഗ്യം സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഹളിയനോട് ചോദിക്കാമെന്ന് വെച്ചാല് അത് വേണ്ട, അത് വേണ്ട, നടക്കടാ. ഇനിയിപ്പോ എന്തോ ചെയ്യും? മാമന്റെ അടുത്ത് ചോദിക്കാന്ന് വെച്ചു കഴിഞ്ഞ മാമന്റെലോ ഒന്നുമില്ല. റിങ്കിയുടെ അടുത്ത് ചോദിക്കും. അവള് തരൂല, ശരിയാവൂല. അളിയൻ അറിയാതെ 500 രൂപ അടിച്ചു മാറ്റാം. അച്ഛൻ്റെ അടുത്ത് നിന്ന് കാശ് അടിച്ചു മാറ്റാം. അല്ല, വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ആ 500 രൂപ അങ്ങ് തിരിച്ചു വെച്ചാ മതിയല്ലോ. അത് മതി, അത് മതി. അപ്പൊ പിന്നെ വലിയ പ്രശ്നമില്ല. അതേ ഉള്ളു ഒരു വഴി. നീ എന്തിനാ ചിരിക്കുന്നത്? അത് മാമ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഞാൻ അതിനെ പറ്റി ആലോചിച്ചിരിച്ച. അല്ല, മാമൻ എന്തിനാ ചിരിക്കുന്നേ? മാമ എന്തിനാ ചിരിക്കുന്നേ? അത് എന്ന് പറഞ്ഞാലേ ഈ ചിരി നമ്മുടെ ആയുസ് കൂട്ടും. ആയുസ് കൂട്ടാൻ വേണ്ടി ഞാൻ ചിരിച്ച. എന്നാ മാമ ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് ചിരിച്ച് ചിരിച്ച് ആയുസ് കൂട്ടിക്കോ. ഞാൻ പോണേ. മാമ, ഞാൻ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഇങ്ങനെ പുറകെ വിളിക്കാവോ? എന്തോടി നല്ല കാര്യം? അത് പോയി എന്തായാലും കഴിക്കാനില്ലയോ? അതിന് സമയം കാലം ഒന്നുമില്ല, എപ്പോ വേണമെങ്കിലും ചെന്ന് കഴിക്കാം. മാമ മൂട്ടില് തീ പിടിച്ചിരിക്കുമ്പോ ഒരുമാതിരി വലിച്ചു കോമഡി അടിക്കലോ? ഈയടി അതെ, വേറൊരു കാര്യമുണ്ട്. പറ. നീ ഇപ്പൊ അങ്ങോട്ട് വീടിനകത്തോട്ട് കേറി പോകുന്ന വഴിക്കേ നിന്റെ അച്ഛനും അമ്മയും എങ്ങാനും ബെഡ്റൂമിൽ ഇരിക്കുകയാണെങ്കിൽ അവരോട് പറയണം, ഇനി വരാൻ പോകുന്ന 1 മണിക്കൂർ അവരൊരുമിച്ച് ബെഡ്റൂമിൽ ഇരിക്കരുതെന്ന്. അങ്ങനെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി വരാൻ പോകുന്ന മണിക്കൂർ എന്ന് പറഞ്ഞാൽ യമകണ്ഠക ശനി മണിക്കൂറാ. യമകണ്ഠക ശനി മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത് വളരെ ദോഷകരമായിട്ടുള്ള മണിക്കൂറാ. അതും പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കന്നിമൂല ഭാഗത്ത് ബെഡ്റൂമായിട്ടുള്ള വീട്ടിൽ താമസിക്കുന്ന ദമ്പതിമാര് ഈ യമകണ്ഠക ശനി മണിക്കൂറില് അവരൊരുമിച്ച് ബെഡ്റൂമിൽ ഇരുന്ന തീർന്നു. അതെന്തോന്നു മാമ ഈ യമകണ്ഠക ശനി അതൊന്ന് പറയുമ്പോ എന്തുവാ? ഈ യമകണ്ഠക ശനി മണിക്കൂർ എന്ന് പറഞ്ഞാലേ ഈ 1 മണിക്കൂർ സമയത്തേക്ക് യമധർമ്മൻ, പ്രേത പിശാച്, മറ്റു കക്ഷികളൊക്കെ ഇല്ലേ, പുള്ളിയുടെ പ്രേത പിശാചുക്കളും ഒക്കെ അവരെല്ലാം തുറന്നു വിടുന്ന ഒരു ടൈമാ. ആ സമയത്തെങ്ങാനും അവരുടെ മുന്നിൽപ്പെട്ടാൽ നിന്നെയൊക്കെ മുമ്പിൽ കിട്ടുകയാണെങ്കിൽ ബ്ലഡ് മൊത്തം ജ്യൂസ് അടിക്കുന്ന അടിച്ചുകളെ. അയ്യോ, നമുക്ക് പ്രശ്നമില്ലായിരിക്കും, ഈ ദമ്പതിമാർക്കല്ലേ പ്രശ്നം, പിള്ളേർക്ക് എന്ത് പ്രശ്നം? പിള്ളേർക്കും പ്രശ്നമാ, പ്രത്യേകിച്ച് പെൺപിള്ളേർക്ക്. എനിക്കാണെങ്കിൽ അച്ഛന്റെ റൂമിൽ കേറിയിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്താ പരിപാടി? അത് പിന്നെ മാമ, എന്റെ ഫ്രണ്ട് വിളിച്ചായിരുന്നു. ഞാനും എന്റെ ഫ്രണ്ട്സും എല്ലാരും കൂടെ പൊന്മുടിയില് ടൂർ പോകാനിരിക്കുക. അച്ഛൻ്റെ അടുത്ത് ഞാനൊരു 500 രൂപ ചോദിച്ചു. അപ്പൊ അച്ഛൻ തന്നില്ല. അപ്പൊ ഞാൻ അച്ഛന്റെ റൂമിൽ കയറി 500 രൂപ അടിച്ചു മാറ്റാനുള്ള പരിപാടി. 500 അടിച്ചു മാറ്റാൻ? 500 രൂപയല്ല, 500, 50 50 ബിസ്ക്കറ്റ്. അത് അച്ഛന്റെ പോക്കറ്റിനകത്ത് ഞാൻ കണ്ടു നേരത്തെ. എനിക്ക് അത് അടിച്ചു മാറ്റിയേ പറ്റുള്ളൂ, എനിക്ക് വിശക്കുന്നത്. ബിസ്ക്കറ്റ് പോകുമ്പോ, ടൂറ് പോകുമ്പോ ബിസ്ക്കറ്റ് വേണ്ടേ? പിന്നെ അത് വേണം, ബിസ്ക്കറ്റ് വേണം. അപ്പൊ ഞാൻ അത് എടുക്കണം, എനിക്ക് ആ സമയത്ത് എടുക്കാതിരിക്കാൻ പറ്റൂല. ഈ കണ്ടക ശനി മണിക്കൂറിൽ എനിക്ക് എടുക്കണം, എടുത്തേ പറ്റൂ. വേറെ ഒന്നും മാമ പറയണ്ട, മാമ വിടണം.
പിന്നെ ഈ സമയത്ത് എടുത്താ ഞാനീ പറഞ്ഞ പ്രശ്നമുണ്ട് മക്കളെ. പക്ഷെ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ മാമ. അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താ പോരെ? അത് വൈകി പോവാ. ബിസ്ക്കറ്റില്ലയോ, കേടാകത്തില്ല. നമ്മൾ വൈകും. എടുക്കണം മാമ, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് യമനായാലും കണ്ടക ശനിയായാലും എനിക്ക് എടുത്തേ പറ്റുള്ളൂ. മാമ ഇവിടെ ഇരുന്നോ. വേണ്ട, പണിയായോ? ദൈവമേ, മാമൻ്റെ അടുത്ത് പോണ്ടായിരുന്നു. യമകണ്ടക ശനി എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ച്. ഈശ്വരാ, രാമ 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 രാമ. ഇതെന്ത് തുറക്കാത്തെ? ഞാൻ നേരത്തെ വന്നപ്പോ തുറന്നു കിടക്കായിരുന്നല്ലോ. ശരിക്കും വല്ല പ്രേതം വന്നാണ്. ലിയ, അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു തെറ്റാ. വളരെ അത്യാവശ്യമായിട്ടൊരു 500 രൂപ വേണമായിരുന്നു. കുത്തിന് കൊടുക്കാനുള്ളതാ. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെന്ന് കാശെടുത്തോണ്ട് വരണമായിരുന്നു. അതുകൊണ്ട് ഞാൻ അളിയൻ്റെ അടുത്ത് പറയാതെ ഒരു 500 രൂപ എടുക്കുക. എന്നോട് ക്ഷമിക്കാം. ഇനി വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഞാൻ 500 രൂപ 5000 കൊണ്ടുവച്ചേക്കാം. അളിയോ, കാശ് വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാ പോരായിരുന്നു. ഇനിയിപ്പോ എന്തായാലും എടുത്തു. എനിക്കും കൂടെ എടുത്തേക്ക്. നീ എന്താ ഇവിടെ? മാവൻ എന്താ ഇവിടെ? ഞാൻ അളിയനെ നോക്കി വന്നോ? അളിയനെ നോക്കി പൂട്ടിക്കിടക്കണ കഥവ് വലിച്ചു തുറന്നിട്ട് അളിയനെ നോക്കാൻ വന്നല്ലേ? അതെ, അത്യാവശ്യമായിട്ടേ
ഒരു 500 രൂപയുടെ ആവശ്യമുണ്ടായിരുന്നടി. അത് അളിയനോട് പറയാതെ ഞാൻ അങ്ങ് എടുത്തു പോയി. കാരണം ഞാൻ വെക്കും 5000 കൊണ്ടൊന്ന് വെക്കും. കെട്ടിടത്തൊന്നുമല്ല. നാണക്കേട് മാമ. ഈ അച്ഛനോട് ചോദിക്കാൻ വന്നത് ഞാൻ വന്ന പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. എന്താ ആവശ്യം? അതെനിക്ക് ടൂറിന് പോണം. അപ്പം അതിനു വേണ്ടി ഒരു 500 രൂപ തരാം. ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കല്ല, ഫ്രണ്ട്സിന്റെ കൂടെ. ഫ്രണ്ട്സിന്റെ കൂടെ 500 രൂപ? പിന്നെ വേണ്ടല്ലേ? വേണ്ടല്ലേ? വേണോ വേണ്ടേ? എത്ര രൂപ വേണ്ടേ? 500 മതി. മാമൻ എടുത്ത് തരും. ഒരു 100 കൂടെ എടുത്തോ, കപ്പലണ്ടി മേടിക്കും. വേണ്ട 500 രൂപ മതി. പുറത്തിറങ്ങിട്ട് പറയാം. എത്ര നേരമുള്ളത്? 500 ഉള്ളു. പിന്നെ 1000 വന്നും പറഞ്ഞോണ്ട് വന്നേക്കരുത്. ഇല്ല അതില്ല. ഈടാ മക്കളെ, എനിക്കൊന്നും ഓർമ്മയൊന്നുമില്ല. ഞാൻ എഴുതി വെക്കത്തുമില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞതേ. താണ്ട പിടിച്ചു. സന്തോഷമായല്ലോ. അല്ല, വേറൊരു കാര്യമുണ്ട്. അതായത് ഇപ്പം ഞാൻ ഓൺലൈനായിട്ട് ഈ കളരി പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഒരു ഓഫറുണ്ട്. 2000 രൂപ മതി ഒരു ഫുൾ കോഴ്സ്. താല്പര്യമില്ല. നന്നായി വരും. ആ അളിയ, എന്താ അന്ന് പുറത്തോട്ട് പോയി. ഇവിടെ അടുത്ത് തന്നെ പോയി. ആണോ? എന്താ പരിപാടി? എൻ്റെ ഒരു ശിഷ്യനാണ്. ശിഷ്യനാ? ഇവിടെ ക്ലാസ് എടുക്കാൻ പോണോ? ഇല്ല, പുലിയുടെ വീട്ടിൽ ക്ലാസ് എടുത്തപ്പോ അവൻ വന്നായിരുന്നു. അത് ശരി. അതിപ്പോ അവൻ വന്നേക്കുന്ന എവിടുന്നാ? അങ്ങ് നാഗർകോലിന്ന്. എന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കുക. അനുഗ്രഹം ഒരു സംഭവം തന്നെ കേട്ടാ. അനുഗ്രഹം വാങ്ങിക്കാൻ വന്ന് അവിടെ നിന്ന്. എടാ, അത് കുറച്ചു കാലമേ എന്റെ ശിഷ്യനായിട്ടുണ്ടായിരുന്നുള്ളു. അത് കഴിഞ്ഞ് പിന്നെ അവൻ വേറൊരു ഗുരുക്കളുടെ കീഴിൽ കളരി പഠിക്കാൻ പോയി. അവിടെ അതെല്ലാം പഠിച്ച് അവൻ ഫുള്ളായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം കളരിയിൽ അവന് ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയെന്ന് അവൻ പറഞ്ഞു. അന്നെന്താണ് പറഞ്ഞത്? കളരി ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ ഉണ്ടോ? ബ്ലാക്ക് ബെൽറ്റ് അല്ല, റെഡ് ബെൽറ്റ്. ചുമ്മാ ഏതാണ് ഇവിടെ ഇങ്ങനെ കെട്ടുന്ന റെഡ് ബെൽറ്റ് അറിഞ്ഞൂടെ കളരിയില്? അയ്യേ, അത് കച്ച. കച്ചക്ക് ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ പറയുന്ന ബെൽറ്റ് എന്നാ, റെഡ് ബെൽറ്റ് എന്നാ. അവന്റെ ഒരു ഗുരുത്വടാ. ഞാൻ കുറച്ചു കാലേ പഠിപ്പിച്ചിട്ടുള്ളെങ്കിലും എന്റെ അടുത്ത് വന്ന ഒരു അനുഗ്രഹം വാങ്ങിക്കുക എന്നുള്ള അവന്റെ ഒരു ഗുരുത്വ. ഞാനേ ഒരു മൂഡിൽ വരെയായിരുന്നു. എന്താ രണ്ടെണ്ണം അടിച്ചാലോ? ചോദ്യമാണോ ഇത്? വല്ലാത്തൊരു ബെദർ അല്ലേ അത്? നമുക്ക് രണ്ടെണ്ണം അടിച്ചാലോ? സാധനം ഇപ്പുണ്ടോ? സാധനം ഇല്ല. സാധനം അതോ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് വെളിയിലത്തെ സാധനം അടിച്ചാലും മതി തന്നെ. നമ്മളെ നാടൻ സാധനം കിട്ടും. കള്ള് കിട്ടും. സാധനം എനിക്ക് നല്ല സാധനം കിട്ടുന്ന ഷാപ്പ് അറിയാം. നമുക്ക് പോവാം. പൈസ ആര് കൊടുക്കും? പൈസ കോടീശ്വരനായിട്ടുള്ള കുഞ്ഞളിയുള്ളപ്പം വേറെ ആരാ കൊടുക്കാൻ? അല്ല, അതില് ചെറിയൊരു പ്രശ്നമുണ്ട്. അവിടെ ഒന്നും കോടീശ്വരനൊക്കെയാണ്. അത് ഈ ദുബായിലല്ലേ? അതെ. ആ പൈസ ഇവിടെ എടുക്കുന്നില്ലല്ലോ. ചേട്ടാ, അത് ദീർഘമല്ലയോ? കുറെ കാലമായിട്ട് ദീർഘം ഉണ്ടെന്നും പറഞ്ഞോണ്ട് കണ്ടില്ലേ? അത് കണ്ട് അല്ല, നീ ആ ദീർഘം ഇങ്ങട് ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി മാറത്തരാം. അണ്ണാ, ബാങ്കിൽ കൊണ്ടുപോയി മാറാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ? പിന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജിന്നുവിനെ കെട്ടി ഞാൻ തിരിച്ച് ദുബായി പോകുമ്പം അത് ബാങ്കിൽ കൊണ്ടുപോയി മാറിയാ പിന്നെ അത് ഇന്ത്യൻ പൈസ ആവൂലേ? അത് ഞാൻ അവിടെ കൊണ്ട് എന്തോന്ന് കേട്ടു. അണ്ണൻ ഇതിന്റെ കാര്യത്തിന്റെ സീരിയസ്നെസ് ആണ്. അണ്ണ എന്റെ കയ്യിലും കാശിലിടാ. ഞാൻ കുറച്ച് ദിവസമായി ഇവിടെ വന്നിട്ട് എന്റെ കയ്യിൽ നിന്നല്ല തീർന്നു പോയടാ. അടിക്കാനുള്ള മൂടും ആയല്ല. എനിക്കും അതുപോലെ തന്നെ അടിക്കാനുള്ള ഒരു വഴി എന്തുണ്ട്? ഇനി മാർഗമുണ്ടോ? ഇത് എനിക്കറിയാം. അണ്ണ മൊത്തം ഐഡിയയുടെ കൂമ്പാരമാണ്. നമുക്ക് പോവാം. അല്ല, നിക്ക്. അതെ, എന്റെ അളിയനുണ്ടല്ലോ രവിളി. ചുമ്മാരി അങ്ങനെ വിളിക്കാനൊന്നും എനിക്ക് വയ്യ. അല്ല, അങ്ങനെ ചോദിക്കൊന്നും വേണ്ട. നീ എന്നങ്ങ് എടുത്ത അങ്ങനെ പേഴ്സ് അവിടെ ഇരിപ്പുണ്ട്. എടുക്കണം. നീ അങ്ങനെ പെങ്ങളെ കെട്ടാൻ പോകുന്നല്ലേ? അപ്പൊ ആധികാരികമായിട്ട് എടുക്കാം. യോഗ്യതയുണ്ട്. അല്ലെങ്കിൽ എന്തോ എന്റെ അണ്ണനല്ലേ? പിന്നെ
എടുക്കാം, ധൈര്യമായിട്ട് എടുക്കാം. അതിനും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എങ്ങനെ എടുക്കും? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എവിടെ ഇരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള ഞാൻ പറഞ്ഞുതരാം. എന്നാലും ചോദിക്കണ്ടേ? ചോദിക്കേണ്ട കാര്യമേ ഇല്ല. ഉറപ്പാണ്? ഉറപ്പാ. 100 വട്ടം. 100 വട്ടം. വാ കേറ്. അകത്തോട്ട് പോകണം. എനിക്കെല്ലാം മൂടായി കഴിക്കാനുള്ള. തണുത്ത കള്ളുണ്ടെന്നാ പറയുന്നത്. അയ്യോ പോവാം. അല്ല പൈസ എടുക്കണമല്ലേ? പൈസ എടുക്കണം. അപ്പൊ എന്താ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ ഇത് കുതിരപ്പുറത്ത് കയറുന്നതിന്റെ വിട്ടാ ഞാൻ കേറിയിട്ടേ വിടാവൂ. കേറിയിട്ടേ വിടൂ. അമ്മ ഇവിടെ അറിയാ? കേറി. അല്ല അത് വേണം. വേണം. കാശ് വേണോ? കാശ് അത്യാവശ്യം സാധനം അടിക്കണ്ടായിരുന്നു. അതാ പറഞ്ഞത്. അളിയന്റെ ബെഡ്റൂമിനകത്ത് ഒരു മേശ ഇരിപ്പുണ്ട്. മേശ അതിനകത്തുണ്ട് കാശ്. അടച്ചുമ്മ ഞാൻ എങ്ങനെ പോയി എടുക്കണത്? കുഴപ്പമില്ല. ഞാൻ പോയ ആരെയും കണ്ടാ ഒന്നും കാണത്തില്ലടാ. അതിപ്പോഴേ നിനക്ക് അങ്ങനെ ഒരു വിഷമം വേണ്ട. മോട്ടിച്ചാന്നൊരു വിഷമം വേണ്ട. എന്നാലും മോട്ടിച്ചില്ലേ? അല്ലടാ, നിന്റെ ദീർഘം മാറത്തില്ലേ? ദീർഘം മാറുമ്പോ ഈ 500 എടുക്കുന്നതിന് വരെ 5000 വെച്ചു. ഞാനും അങ്ങനെ അല്ലയോ? അല്ല, എനിക്ക് ഒരുപക്ഷെ ഇതുപോലെ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ 10 ഇരട്ടി വെക്കും. അതാ പറഞ്ഞു വന്നത്. 2000 വെക്കണം. 2000 5000 വെക്കാം. 5000 ദീർഘമല്ലയോ? ധൈര്യമായിട്ടാ, പ്രശ്നമില്ല. അല്ല എന്നാ ഞാൻ പോയിട്ട് വരാം. ഇങ്ങനെ പോണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പോണ എനിക്ക് പറ്റത്തില്ലടാ. നീ പോയാ മതി. പോന്ന നീ തന്നെ മതി. അണ്ണൻ പറഞ്ഞാണ് ഞാൻ പോകണ്ടെന്ന്. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഇങ്ങനെ പോരുത്. ഒരു വേഷം മാറി പോണം. വേഷം മാറി? അണ്ണ ഇത് നടക്കാത്ത കേസ്. ഞാൻ പോണം. നിക്ക്, ഞാൻ സാധനം കാണിച്ചു തരാം. സാധനം എടുത്തു തരാം. നീ ധൈര്യമായിട്ടിരിക്കും. ഇതെന്തിന്? ഇത് തൊണ്ടണ സാധനം കൊണ്ട് നല്ല നിൽക്കി. ഇങ്ങനെ നീ ഇവിടെ നിൽക്കുന്ന പൊന്നാടയൊക്കെ ആദരിക്കുന്നത് അതുപോലെ തന്നെ. എന്തു വന്നാലും ഇത് വേണോ അണ്ണ? എന്തു വന്നാലും ഞാൻ ഇവിടെ കേറണോ? അത് വേണം. പാവല്ലേ? കുഴപ്പമില്ല. എന്തു വന്നാലേ അതെല്ലാം പോട്ടെ. പേഴ്സ് എവിടെ ഇരിക്കുന്നത്? പേഴ്സ് അതിന്റെ സൈഡിൽ ഒരു അലിമാരി ഇരിപ്പുണ്ട്. അലിമാരയുടെ ഒരു അറയ്ക്കകത്തുണ്ട്. വലത്തെ സൈഡില് ഇടത്തെ സൈഡില്? ഇടത്തെ അറ്റം. ഇടത്തെ അറ്റം. എന്റെ ഇടത്തെ അറ്റം അണ്ണന്റെ ഇടത്തെ അറ്റം? നീ അങ്ങോട്ട് കേറുമ്പോ ഇടത്തെ അറ്റം. ഞാൻ അങ്ങോട്ട് കയറിയാ മതി. ഇടത്തെ അറ്റം. എവിടെങ്കിലും നോക്ക്. സമയങ്ങളാതെ അത് വേണോ? കാശ് വേണോ നിനക്ക്? അണ്ണ ഒരിടത്ത് പോവല്ലേ അണ്ണ? ഞാനിവിടെ കാണും. വലത്തെ ഇടത്തെ ഇവിടെ അലമാരയില്ലല്ലോ. അയ്യോ, എന്താ അളിയ എന്ത് 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 ഇങ്ങനെ നിക്കുന്നേ? ഇങ്ങനെ നിക്കുന്നെന്ത്? പിന്നെ ഒരു പേനയല്ല, പിന്നെ ഇത് പെരിച്ചാഴി ഒരു മുഴുത്ത പെരിച്ചാഴി എവിടെ? അകത്തോട്ട് കയറി. അല്ല പെരിച്ചാഴി എങ്ങനെ കയറി? എന്തിനു കയറി? അല്ല, അതിന് വല്ലതും കാശിന് ആവശ്യം കണ്ടേക്കും. പെരിച്ചാഴി കാശിനാ? നീ ഒരു വടി എടുത്തുണ്ടോ? വടിയുടെ ആവശ്യമൊന്നുമില്ല.
വേണ്ട വേണ്ട നിങ്ങൾ ആനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി അതങ്ങ് പൊയ്ക്കോളൂ. പേടിച്ചായെ പറഞ്ഞു മനസ്സിലായിട്ട് നീ മടിയെത്തുണ്ടോ എന്തോന്നളിയാ പറയണേ അളിയന് എന്ത് പറ്റി ഒന്നും പറ്റിയില്ല അളിയാ. പെരിച്ചാഴി കണ്ട് പേടിച്ചാ മുളയുടെ വടി മതിയോ രവിയേട്ടാ? നീ എന്തെങ്കിലും കൊണ്ടുപോവാ മണി പെട്ടെന്ന് കൊണ്ടുപോവാ വേറെ വടിയൊന്നും കിട്ടിയില്ല. ദാ വരണേ. അല്ല നമ്മുടെ പറമ്പിലുണ്ട് കേട്ടോ പെരിച്ചാഴിയാ മതിയോ? പിന്നെ ഇങ്ങോട്ട് മാറളിയാ അല്ല അല്ല അളിയാ അല്ലല്ല അളിയ അയ്യോ അളിയാ അടിക്കല്ല് അടിക്കല്ല് രാമൻ അളിയാ ഈ എന്റെ പേഴ്സ് മണി ബാക്കി പൈസ ബാക്കി പൈസ ബാക്കി പൈസ 500 നീ തന്നോളിപ്പോ 500 എടുത്തോളൂ. 500 എടുത്തോളാ അളിയാ ഞാൻ 3000 രൂപ എണ്ണി വെച്ച് ഇപ്പൊ 1500 രൂപ ഉള്ളൂ കള്ളാ 1500 രൂപ നീ എടുത്തോടാ. അയ്യോ എന്റെ ഞാനല്ല. എന്തിനാടാ ഇത്? നീ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വീടല്ലൂടാ, അവളുടെ ആങ്ങളല്ലൂടാ ഇത്. കൊച്ചിലത്തെ അതേ സ്വഭാവമാണ് പൈസ അണ്ണാ ഞാൻ എടുത്തില്ലടാ. അണ്ണാ 500 എടുത്തോളൂ. ഓട്ടളിയാ അവൻ 1500 എടുത്തെന്ന് വെച്ചു. അയ്യോ എന്റെ ഞാൻ എടുത്തില്ലെന്ന്.